നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്, സ്ലോപ്പ് ഓഫ് എ ലൈൻ. നമ്മൾ 10ൽ പഠിച്ച കുറച്ചുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. അതിവിടെയും പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഈ സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെയാണ് ആ സ്ഥലം ഒരു സ്ലോപ്പാണെന്ന് പറയും അല്ലേ. ഇതുപോലെ ഒരു ലൈൻ ചരിഞ്ഞിരിക്കുവാണെങ്കിൽ എങ്ങനെയാണത്? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും, ഒരു ലൈൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുവാണെങ്കിൽ ഇതാണ് ലൈൻ. നമുക്ക് വേണമെങ്കിൽ അതിനൊരു പേര് കൊടുക്കുക, AB. ഇതാണ് ലൈൻ. ഈ ലൈൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുവാണെങ്കിൽ ആ ലൈനിൻ്റെ ചരിവിനെ സൂചിപ്പിക്കുന്നതാണ് സ്ലോപ്പ്. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ ലൈനിൻ്റെ ചരിവിനെ സൂചിപ്പിക്കുന്നതാണ് സ്ലോപ്പ്. ഈ ചരിവ് കണ്ടുപിടിക്കാൻ, ഒരു ലൈനിൻ്റെ ചരിവ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡുകളുണ്ട്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത്രേ ഉള്ളൂ. ഒരു ലൈൻ, ആ ലൈനിലെ 2 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ലൈനിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് x1 y1ഉം അടുത്ത പോയിന്റിൻ്റെ കോർഡിനേറ്റ് x2 y2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇക്വേഷനാണ്, കാണാതെ പഠിക്കണം. ഇതിൻ്റെ y കോർഡിനേറ്റുകൾ തമ്മിൽ കുറച്ച് വേണം. കുറയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കുറയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് കുറയ്ക്കാം. പക്ഷെ കുറയ്ക്കുന്നത് രണ്ടും ഒരേപോലെ ആയിരിക്കണം. അതായത് ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുവാണ്, y കോർഡിനേറ്റുകൾ കുറച്ച് ഞാൻ മേളിൽ എഴുതി y2 - y1. x കോർഡിനേറ്റുകൾ കുറച്ച് ഞാൻ താഴെ എഴുതണം, അപ്പോൾ x2 - x1. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ y അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കുറച്ചത്, അപ്പോൾ എക്സും അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ കുറയ്ക്കണം. അല്ലാതെ y അവിടെ നിന്നും x ഇവിടുന്നും അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റില്ല. y എവിടെ നിന്നാണോ കുറയ്ക്കുന്നത് അവിടെ തന്നെ x കുറയ്ക്കണം. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? y2 - y1 x2 - x1. വൈകളുടെ ഡിഫറൻസ് മേലിൽ എഴുതുക, എക്സുകളുടെ ഡിഫറൻസ് താഴെ എഴുതുക. രണ്ടാമത്തത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ, ശ്രദ്ധിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് നമുക്കിങ്ങനെ 2 കോർഡിനേറ്റുകൾ, 2 പോയിന്റുകൾ തരാതെ ഈ ലൈൻ, ശ്രദ്ധിക്കണം, ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ഒരു ആംഗിൾ, ശ്രദ്ധിക്കണേ, ആരുമായിട്ടുണ്ടാക്കുന്നതാണ്? എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. തീറ്റയാണ്, അല്ലെങ്കിൽ എക്സ് ആണ്, അല്ലെങ്കിൽ വൈ ആണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നിട്ടുള്ള ആംഗിളിൻ്റെ എന്തെടുത്താൽ മതി? ടാൻ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻ തീറ്റ. അതായത് ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? ടാൻ 30. ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു, അപ്പോൾ സ്ലോപ്പ് എത്രയായിരിക്കും? ടാൻ 60. അത്രേ ഉള്ളൂ. അപ്പോൾ 2 ഇക്വേഷൻസ്, ഒന്നെങ്കിൽ ആ ലൈനിൻ്റെ ആംഗിൾ നമുക്ക് തരും, അതിൻ്റെ ടാൻ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് 2 പോയിന്റുകൾ തരും, അതെന്ത് ചെയ്യണം? വൈകൾ കുറച്ച് മേളിൽ എഴുതുക, എക്സുകൾ കുറച്ച് താഴെ എഴുതുക. കണ്ടുപിടിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. എന്താണ്? എം. അപ്പോൾ നമ്മൾ m = എന്നും പറഞ്ഞാൽ സ്ലോപ്പ് എഴുതുള്ളൂ. അപ്പോൾ 2 ഇക്വേഷൻ, m = എന്തൊക്കെയാണ്? y2 - y1 x2 - x1 ഒരെണ്ണം. രണ്ടാമത്തെ എന്താണ്? m = ടാൻ തീറ്റ. 2 ഇക്വേഷൻസ്. ഭയങ്കര എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പം. അപ്പോൾ 2ൻ്റെയും ഓരോ ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു എടാ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കടാ, ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 2, 7 and 3, 1. സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2, 7 ഒന്ന്, രണ്ടാമത്തെ എന്താണ്? 3, 1. 2 പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് m കൊണ്ടാണ്. എന്താ ചെയ്യേണ്ടത്? വൈകൾ കുറച്ച് മേളിൽ എഴുതുക, y2 - y1 x2 - x1. എക്സുകൾ കുറച്ച് താഴെ എഴുതുക. അപ്പോൾ ഞാൻ ഇതിനെ x1 y1 എന്ന് വിളിച്ചു, ഇതിനെ x2 y2 എന്ന് വിളിച്ചു. അപ്പോൾ പറഞ്ഞേ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ കുറയ്ക്കുന്നത്, അപ്പോൾ 2 ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ചോളൂ. ഇത്രേ ഉള്ളൂ. y2 1 ആണ്, മൈനസ് y1 7 ആണ്, മേളിൽ എഴുതി. x2 3 ആണ്, മൈനസ് x1 2 ആണ്, എഴുതി.
1 ൽ നിന്ന് 7 കുറച്ചാൽ എത്രയാണ്? -6. തെറ്റിക്കരുത്, 1 ൽ നിന്ന് 7 കുറച്ചാൽ -6 ബൈ 3 ൽ നിന്ന് 2 കുറച്ചാൽ 1. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -6 എന്ന് കിട്ടി. അപ്പോൾ ഒരു 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? y2 - y1 ബൈ x2 - x1. ദേ 2 3 7 6. ഈ ലൈനിൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഒന്ന് വേഗം കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്തേ, വേഗം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ശ്രദ്ധിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചടാ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഇവിടെ പോയിന്റ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഒരു എന്ത് തന്നിട്ടുണ്ട്? വിച്ച് മേക്സ് 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആണോ എന്ന് ശ്രദ്ധിച്ചോളണം. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആണെങ്കിൽ മാത്രമേ ടാൻ എടുത്താൽ ശരിയാവുള്ളൂ. അപ്പോൾ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടാൻ തീറ്റയാണ്. ടാൻ ഓഫ് ആംഗിൾ എടുത്താൽ മതി. പക്ഷേ തീറ്റ ഉണ്ടാക്കേണ്ടത് ആരുമായിട്ടാണ്? എക്സ് ആക്സിസുമായിട്ടാണ്. ഇവിടെ എക്സ് ആക്സിസുമായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈൻ എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. ഈ പോസിറ്റീവ് ഡയറക്ഷൻ പറഞ്ഞ കാര്യം ഇത് +30 ഡിഗ്രി ആണ്. പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെന്ന് പറഞ്ഞാൽ -30 ഡിഗ്രി എടുത്തോളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ടാൻ എത്ര എടുക്കണം? 30 ഡിഗ്രി എടുക്കണം. ടാൻ 30 നമുക്ക് അറിയാവുന്നതാണ്, കാണാതെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എത്രയാണ് ടാൻ 30? 1/√3. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ടാൻ തീറ്റയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/√3. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? y2 - y1 ബൈ x2 - x1 ടാൻ തീറ്റയും. 2 ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി സ്ലോപ്പിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ.